റിയൽ വുഡ് വർക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സൈക്കിൾ ട്യൂബ് വെച്ചിട്ട് ഒരു ലാഡറിന് ബുഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് ലാഡറിന് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള മരം വെച്ചിട്ടുള്ള സെറ്റി, ചെയർ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഈ രീതിയിൽ നമുക്ക് ബുഷ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധയോടെ തന്നെ കാണുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ സൈക്കിളിൻ്റെ ട്യൂബാണിത്. നമ്മൾ സാധാരണ സൈക്കിളിൻ്റെ ട്യൂബ്, ആ ട്യൂബ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ട്യൂബ് സൈക്കിൾ പഞ്ചറായി കഴിയുമ്പോഴേക്കും നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി സൈക്കിൾ വർക്ക്ഷോപ്പുകാർ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞുള്ള പശയുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലൈവുഡ്, സൺമൈക്കും പ്ലൈവുഡും കൂടി ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പശ. പിന്നെ അതുപോലെ ഈ സ്റ്റാപ്ലർ പിന്ന്, നമ്മൾ സ്റ്റാപ്ലർ അടിക്കുന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇത് സ്റ്റാപ്ലർ ഇല്ല എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മുള്ളാണിയാണെങ്കിലും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ സ്റ്റാപ്ലർ ഉണ്ടായിരുന്നു വരില്ല, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് മുള്ളാണി വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ ശ്രദ്ധയോടെ തന്നെ കാണുക. നിങ്ങളുടെ എല്ലാവർക്കും പ്രയോജനമായിട്ടുള്ളൊരു വീഡിയോയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഫർണിച്ചർ നമ്മുടെ വീട്ടിലിട്ടിട്ട് നമുക്ക് ഫ്ലോറിന് സ്ക്രാച്ച് വരാറുണ്ട്. അത് പരിഹരിക്കാനായിട്ട് ഈ വീഡിയോ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധയോടെ കാണുക. ഓക്കെ, ഈ പശ നിങ്ങൾ തേക്കുമ്പോഴേക്കും ഇതുപോലെ കാലയിൽ തേച്ച് കൊടുക്കണം. അതുപോലെ തന്നെ റബ്ബറിൻ്റെ പീസ് ഒട്ടിക്കാൻ പോകുന്ന പീസയിലും തേക്കണം. 2 ദിവസത്തിൽ തേക്കണം. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം അത് ഒട്ടിക്കാൻ. നമ്മൾ സോൾവെൻ്റ് വെച്ച് ഒട്ടിക്കുമ്പോഴും ഇതുപോലെ 2 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആർക്കും ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ നമ്മളുടെ ഫ്ലോറ് ഇതിന് ഉരച്ചിൽ തട്ടാൻ സാധ്യതയുള്ള ചെയറോ ടേബിളോ
അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് റബ്ബർ ബുഷ് ഉണ്ടാക്കിയെടുക്കാം. ഈ റബ്ബർ ബുഷിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറിൽ നന്നായിട്ടത് സ്ലിപ്പാകാതെ നന്നായിട്ട് പിടിച്ച് നിൽക്കും. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കൈ കൊണ്ട് തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് നീങ്ങിപ്പോവും. സമയത്ത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫ്ലോറിൽ അത് പിടിച്ച് നിൽക്കും. അപ്പം തന്നെ ഒട്ടും ക്രാച്ച് 1% പോലും ക്രാച്ച് വരില്ല നമ്മളുടെ ഫ്ലോറിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ചാനലിലൂടെ ഇടാൻ പോകുന്ന പല വീഡിയോസുകളും സാധാരണ വീട്ടമ്മമാർക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ ചെയ്യുവാൻ ഒരു ഐഡിയ താല്പര്യമൊക്കെ ഉള്ള ഓരോരുത്തർക്കും വീട്ടിൽ തന്നെ നമ്മൾ അത്യാവശ്യ ആവശ്യങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മരപ്പണിയുടെ ചില ടിപ്സുകൾ ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, നമുക്കിനി ഇത് ഫ്ലോറിൽ ഇട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇപ്പം നമ്മൾ ലാഡർ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അത് ഫ്ലോറിൽ ഇട്ടിട്ട് ഒരാൾ അവിടെ നിന്ന് തള്ളിയിട്ടും അത് മുന്നോട്ട് പോരുന്നില്ല, അത് ആ ബാക്ക് വശം പൊങ്ങിയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.